ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പാർട്ട് 1 കഴിഞ്ഞിട്ടുണ്ട്, പബ്ലിഷ്ഡ് ആണ്, ഓൾറെഡി ചാനലിലുണ്ട്. അത് പോയി കണ്ടതിന് ശേഷം മാത്രം റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ പാർട്ട് 2 കാണാൻ വരിക. കാരണം നമ്മളവിടെ കുറേ സിനാരിയോകൾ പറയുകയും കുറേ ഇൻട്രൊഡക്ഷനായിട്ട് റിപ്പോർട്ടർ സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ഏറ്റവും സിമ്പിളായിട്ട് വളരെ ബേസ് ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആകാനായിട്ട് ശ്രമിക്കുന്നില്ല. പടിപടിയായിട്ട് പല വീഡിയോകളും നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാരണം ടെൻസ് മുതൽ പഠിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഏറ്റവും ബേസ് ഫോമിൽ നമ്മൾ ടെൻസുകൾ എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിനെ പറ്റി വലിയ വിവരമൊന്നുമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാവാവുന്ന രീതിയിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടെൻസ് പഠിക്കുക എന്നുള്ളത് വോയിസ് പഠിക്കുന്നതിനും പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അതുപോലെ തന്നെ നമ്മളുടെ വീഫ് ക്ലോസുകൾ, അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ച്, ഇതിനകത്തൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണാം. നമ്മളത് ഒരുപാട് ഇവിടെ ഡിസ്കസ് ചെയ്യില്ല. പിന്നെയും വീഡിയോ വെറുതെ അനാവശ്യമായിട്ട് എന്താവും, ലെങ്തി ആവും. അപ്പോൾ ഇതൊന്നും കാണാതെ നേരെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് വരുന്ന ആളുകൾ ഇംഗ്ലീഷിനെ പറ്റിയൊക്കെ നല്ല അവഗാഹമുണ്ട്, ഒരു റിവിഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സുകൾ മുഴുവൻ തൊട്ട് കാണണം. കാരണം നമുക്ക് ആ അറിവുകളില്ലാതെ, ടെൻസിൻ്റെ അറിവുകളില്ലാതെ ഇതൊക്കെ പഠിക്കാൻ വളരെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടും തലയിൽ ഇങ്ങനെ കടന്നൽ കൂടുകൂറ്റ പോലൊരു ഫീല് നമുക്ക് വരും. ഒന്നും മനസ്സിലാവാൻ പറ്റാത്ത ഒരു അവസ്ഥ പോലൊക്കെ തോന്നും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം, അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അത് പോയിട്ട് ക്ലിക്ക് ചെയ്ത് ഉള്ള വീഡിയോകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ഡിലേ ഒന്നുമില്ലാതെ നേരെ അങ്ങോട്ടേക്ക് പോവാം. പാർട്ട് 2 എന്താ, നമ്മളിവിടെ ഓരോ ടെൻസ് ഒന്നും എടുത്തല്ല പറയുന്നത്. റിപ്പോർട്ടർ സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ചില സിനാരിയോകൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താന്ന്. അടുത്തൊരു സിനാരിയോ നോക്കിക്കേ നിങ്ങൾ. ജോൺ റിക്വസ്റ്റഡ് മേരി. ഈ റിക്വസ്റ്റ്, അഡ്വൈസ്ഡ്, കമാൻഡഡ്, ഡിമാൻഡഡ് എന്നൊക്കെ വരുമ്പോൾ എന്തായിരിക്കും അതൊരു ഇമ്പെററ്റീവ് സെൻറ്റൻസ് ആണ്. ഈ ഇമ്പെററ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നതൊക്കെ ടൈപ്സ് ഓഫ് സെൻറ്റൻസിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല, ഇത്രയും മാത്രം പറയുന്നു. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ യാചിക്കുക, അതല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ഓർഡർ ചെയ്യുക, എന്താ പറയുക, നമ്മൾ കമാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഉപദേശിക്കുക, ഇത്തരത്തിലുള്ള സെൻറ്റൻസ് അവിടെ ഒരു ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതായത് അവിടെ സബ്ജക്റ്റ് കാണില്ല. അതായത് ഷട്ട് ദ ഡോർ എന്ന് പറയുമ്പോൾ ഒരാളെ നോക്കിയിട്ട് നമ്മൾ പറയാണ് ഷട്ട് ദ ഡോർ, വാതിലടച്ചിട് എന്ന് നമ്മൾ പറയില്ലേ മലയാളത്തിൽ. നീ പോയി വാതിലടച്ചിട് എന്ന് നമ്മൾ ചിലപ്പോൾ നീട്ടി പറയില്ല അല്ലേ ദേഷ്യത്തിൽ പറയുമ്പോൾ. അല്ലെങ്കിൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നെ നമ്മളിങ്ങനെ യാചിക്കുമ്പോൾ നിങ്ങൾ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് നമ്മൾ നീട്ടി കുറിക്കൊന്നും പറയില്ല. പക്ഷെ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, യു ആണ് അവിടുത്തെ സബ്ജക്റ്റ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആ ഒരു ഫോമിൽ കിടക്കുന്ന സെൻറ്റൻസുകളാണ് ബേസിക്കലി എന്ത്, ഇമ്പെററ്റീവ് സെൻറ്റൻസുകൾ കേട്ടോ. അപ്പോൾ ഈ റിക്വസ്റ്റഡ് മേരി, ജോൺ റിക്വസ്റ്റഡ് മേരി ഗീവ് മീ എ പെൻ പ്ലീസ്. അപ്പോൾ ഈ പ്ലീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അപ്പം തന്നെ അങ്ങ് ശ്രദ്ധിച്ചോളണം എന്താണത്, അതൊരു ഇമ്പെററ്റീവ് സെൻറ്റൻസ് ആണ് കേട്ടോ. ഇവിടെ യു ഗീവ് മീ എസ് എ പെൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്കറിയാം ഒരു വ്യക്തിയോട് പേന തരുമെന്ന് ചോദിക്കണം. അപ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് യു ആയിരിക്കും. അത് നമ്മൾ ആ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. എങ്ങനെയാണ് അവിടെ പറയുക, നമ്മളിവിടെ റിപ്പോർട്ടിംഗ് വെർബ്, അതേ റിപ്പോർട്ടിംഗ് വെർബ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജോൺ റിക്വസ്റ്റഡ് മേരി ടു ഗീവ് ഹിം. ഇവിടെ മീ എന്ന് പറയുന്നത് ആയിരിക്കും ജോൺ, എനിക്കൊരു പേന തരുമെന്നില്ലേ ചോദിക്കണേ. അപ്പം അവന് ഒരു പേന കൊടുക്കാമോ എന്ന് മേരിയോട് ജോൺ ചോദിച്ചു. അങ്ങനെയല്ലേ നമ്മളിത് റിപ്പോർട്ട് ചെയ്യുക. അപ്പം അവന് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഹിമ്മാണ് ഉപയോഗിച്ചേ. ഓക്കെ, ഇവിടെ ഒരു കൺജങ്ഷനായിട്ട് ടു ആണ് ഉപയോഗിച്ചേക്കണേ. ഈ മെയിൻ വെർബിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ടു ഉപയോഗിക്കണം. ജോൺ റിക്വസ്റ്റഡ് മേരി ടു ഗീവ് ഹിം എ പെൻ. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ. While reporting an imperative sentence, reporting words will be requested, ordered, advised, demanded, questioned. ചില സമയത്ത് അതല്ലെങ്കിൽ അഡ്വൈസ്ഡ് വരാം, ഉപദേശിച്ചു. സ്റ്റഡി ഹാർഡ് എന്ന് പറയുമ്പോൾ അതൊരു ഉപദേശമാണല്ലേ. യു സ്റ്റഡി ഹാർഡ് എന്ന് എപ്പോഴും പറഞ്ഞോളൊന്നും നിർബന്ധമില്ല. അപ്പോൾ അഡ്വൈസ്ഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കണം. വൈൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ആഫ്റ്റർ ദ റിപ്പോർട്ടിംഗ് വെർബ് ടു മസ്റ്റ് ബി യൂസ്ഡ്. ഇവിടുത്തെ കൺജങ്ഷൻ എന്താണ്, ടു ആണ്. മെയിൻ വെർബിന് മുന്നായിട്ട്, അപ്പോൾ ഇതൊരു വെർബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമുക്കറിയാം ഇമ്പരറ്റീവ് സെൻറ്റൻസ് മോസ്റ്റ്ലി ഒരു വെർബിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ മെയിൻ വെർബിന് മുമ്പായിട്ട് എന്താ,
നമ്മൾ ആ ടു അങ്ങ് ഉപയോഗിച്ചോളണം. എന്തായിരിക്കും? ഓർഡേർഡ് റിക്വസ്റ്റ് അഡ്വൈസ്ഡ് കഴിഞ്ഞതിന് ശേഷം ടു ഉപയോഗിക്കുന്നു, മെയിൻ വെർബ്. ബാക്കിയുള്ള സെൻറ്റൻസ് അങ്ങനെ തന്നെ ചേഞ്ച് ആവും. എന്താണ്? പ്രൊനൗൺസ് ചേഞ്ച് ആവും. ഇവിടെ മീ എന്ന് പറയുന്നത് ഹിമ്മായി, അതായത് അവന് ഒരു പേന കൊടുക്കാവോ എന്നവൻ അപേക്ഷിച്ചു അല്ലേ. അപ്പം അവന് എന്നുള്ളത് ഈ മീ എന്നുള്ളത് എന്തായി? അവന്. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ സൈഡിൽ അങ്ങ് എഴുതി നോക്കുക. ഇത് ഇങ്ങനെയാണോ വരിക എന്നുള്ളത് സൈഡിൽ എഴുതി നോക്കിയതിന് ശേഷം ആ ഓപ്ഷൻസിൽ പോയിട്ട് ഇത് ഇതാണോ കറക്റ്റ് എന്ന് നോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ അവസാനത്തെയും സെക്കൻഡാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ എന്താവും? നിങ്ങൾക്ക് ഒരേപോലെ ശരിയായിട്ട് തോന്നും. പക്ഷെ നമ്മളൊരു കാര്യം എഴുതിയിട്ടുണ്ട്, അതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു കമ്പയർ ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ സമയം അവിടെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ആ എഴുതാനെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ജോൺ ഓർഡേർഡ് മേരി, ഇതാ തന്നെയാണ്, ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ആണ്. ഓർഡർ ചെയ്യാണ്. ഡോണ്ട് ടേക്ക് ദ ബുക്ക്, ആ ബുക്ക് എടുക്കല്ലേ പറയാണ്. അപ്പോൾ ഇതൊരു നോക്കൂ, ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഡോണ്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ജോൺ ഓർഡേർഡ് മേരി നോട്ട് ടു. അപ്പോൾ ഈ ഡോണ്ട്, നോട്ട് ടു അല്ലെങ്കിൽ നെഗറ്റീവ് സെൻസിൽ വരുന്ന സെൻറ്റൻസിൽ വരുമ്പോൾ എന്താ? നോട്ട് ടു എന്നുള്ളത് എഴുതണം. നോട്ട് ടു ടേക്ക് ദ, അതിനുശേഷം മെയിൻ വെർബ് തന്നെ ടേക്ക് ദ ബുക്ക്. അങ്ങനെ തന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ. ആ ഡോണ്ട് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡു നോട്ട് എന്ന് പറയുന്ന നോട്ട് ഉണ്ടല്ലോ, അത് നേരെ ടൂവിൻ്റെ ഇപ്പുറത്ത് കൊണ്ടങ്ങ് എഴുതുക. നോട്ട് ടു ടേക്ക് ദ ബുക്ക് എന്നെഴുതണം. വൈൽ റിപ്പോർട്ടിംഗ് ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് ഡോണ്ട്, നോട്ട് ടു മസ്റ്റ് ബി ആഡഡ് ബിഫോർ ദ മെയിൻ വെർബ്. മെയിൻ വെർബിന് മുന്നായിട്ട് എന്ത് ഉപയോഗിക്കണം? നോട്ട് ടു എന്ന് പറയുന്നത്. അതായത് ഡോണ്ട് എന്നതിൽ ആരംഭിക്കുന്ന ഇമ്പാരറ്റീവ് സെൻറ്റൻസുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത വെറുതെ തല ഇങ്ങനെ ക്ലട്ടേർഡ് ആവും. നോക്കി, ഇനി ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്ന ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എങ്ങനെയാണെന്ന്. കാരണം നമ്മളിങ്ങനെ വളരെ വണ്ടറടിച്ച് നമുക്ക് താങ്ങാൻ കഴിയുന്നേക്കാളും വലിയ സന്തോഷമോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നൊരു സംഭവമാണ്, അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നൊരു സെൻറ്റൻസ് ആണ് ഈ എക്സ്ക്ലമേഷൻ സെൻറ്റൻസ്. പക്ഷേ ബേസിക്കലി അടിസ്ഥാനപരമായി അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. മനസ്സിലായോ? അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നീ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ പറയും, നമ്മൾ അത്ഭുതത്തോടുകൂടിയൊക്കെയാണ് പറയണത്. പക്ഷെ എന്താണ്? അത് അടിസ്ഥാനപരമായിട്ടൊരു സെൻറ്റൻസ് ആണ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ആ വ്യക്തി അത്ഭുതത്തോടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ജോൺ എക്സ്ക്ലെയിംഡ്, അത്ഭുതപ്പെട്ടു. എന്താ അത്ഭുതപ്പെട്ടെ? ഹൗ ബ്യൂട്ടിഫുൾ യുവർ ഐസ് ആർ മേരി. മേരി, നിൻ്റെ കണ്ണുകൾ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് അല്ലേ. അത് ഭയങ്കര അത്ഭുതത്തോടുകൂടിയാണ് കാണുന്നത്. പക്ഷേ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജോൺ എക്സ്ക്ലെയിംഡ് ദാറ്റ് വിത്ത് ജോയ് ദാറ്റ്, ജോയ് ദാറ്റ് വിത്ത് ജോയ്, അത് നമുക്കിങ്ങനെ പറയാം, സന്തോഷത്തോടെ പറഞ്ഞു. എന്താ? ദാറ്റ് എന്നുള്ള കൺജങ്ഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നോക്കൂ, മാരീസ് ഐസ് ആർ വെരി ബ്യൂട്ടിഫുൾ. മേരിയുടെ ആ സെൻസാണ് നമ്മളിവിടെ പറയുന്ന അർത്ഥം. മാരീസ് ഐസ് വേർ, ഇവിടെ ഈ വേർ അല്ല കേട്ടോ, ഈ വേർ ഇവിടെ ആറ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം അതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നേരെ അത് സിമ്പിൾ പാസ്റ്റിലേക്കോട്ട് അങ്ങോട്ട് ആവണം. മാരീസ് ഐസ് എന്ന് പറയുന്നത് എന്താ? മേരിയുടെ കണ്ണുകൾ എന്ന് പറയുന്നത് പ്ലൂരൽ ഫോമാണ്, പ്ലൂരൽ സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് മേരീസ് ഐസ് വെയർ വെരി ബ്യൂട്ടിഫുൾ. ബാക്കിയുള്ള ഈ അഡ്ജക്റ്റീവൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ദാറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ആസ് ദി കൺജങ്ഷൻ. ദ സെൻറ്റൻസ് മസ്റ്റ് ബി ടേൺ ഇൻ ടു എൻ അസർട്ടീവ് സെൻറ്റൻസ്. അതൊരു അസർട്ടീവ് സെൻറ്റൻസിലേക്ക് ആക്കണം, അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. ദ ടെൻസ് ഓഫ് ദി സെൻറ്റൻസ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ഇൻ ടു കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് അക്കോർഡിംഗ് ടു ദ ടെൻസ് ഓഫ് ദി റിപ്പോർട്ടിംഗ് വെർബ്. അപ്പോൾ ഈ എക്സ്ക്ലെയിംഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണല്ലേ, വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പാസ്റ്റ് ഫോമാണ്. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ഫോം ആയതുകൊണ്ട് എന്താണ്? ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? നമ്മൾ അതിനൊരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിലേക്ക് ആക്കുന്നു, നേരെ അതിൻ്റെ കറസ്പോണ്ടിങ് സെൻറ്റൻസ് ആക്കുന്നു. അതുപോലെ തന്നെ എന്താ ഇവിടെ മാറ്റേണ്ട എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റാണ്. ടെൻസ് മാറ്റുന്നു, അതുപോലെ തന്നെ പ്രൊനൗൺസ് മാറ്റുന്നു. ഇവിടെ നമ്മൾ ഈ ജോൺ എക്സ്ക്ലെയിംഡ് ടു മേരി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതായത് മേരിയോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. മേരി, നിൻ്റെ കണ്ണുകൾ എത്ര ബ്യൂട്ടിഫുൾ, മേരിയോട് ആയിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. ജോൺ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് ദാറ്റ്. ഇവിടെ ഓൾറെഡി ഒരു റിപ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത് മേരിന്ന് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഷീ എന്നുള്ള പ്രോനൗണായിട്ട് ചേഞ്ച് ആവാത്ത കേട്ടോ. അപ്പോൾ മേരീസ് ഐസ് വെയർ വെരി ബ്യൂട്ടിഫുൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസിലേക്ക് അങ്ങ് മാറ്റുകയാണ്. ദ ടെൻസ് ഓഫ് ദി സെൻറ്റൻസ് ഓൾസോ ഷുഡ് ബി ചേഞ്ച്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോകാമല്ലോ. നോക്കൂ, ഇനി ഇവിടെ ഞാൻ രണ്ടാമത് ഒരു വട്ടം കൂടി അങ്ങ് എടുത്ത് പറഞ്ഞേക്കാണ് ഏതൊക്കെ ടെൻസുകൾ ഏതിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ടെൻസിലേക്ക് മാറും എന്നുള്ളത്. സിമ്പിൾ പ്രസൻറ്റിൽ ഒരു കാര്യം
പറഞ്ഞേക്കണത് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് ആവും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉള്ളതോ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് ആവും. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആവും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് ആവും. സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആവും. സിമ്പിൾ പാസ്റ്റിൽ ഒരു സെൻറ്റൻസ് ഒരാളോട് പറയാമല്ലോ. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് കറസ്പോണ്ടിങ് ടെൻസിലേക്ക് ആക്കണേ? ഫ്യൂച്ചർ ടെൻസിലേക്ക് അല്ല ആക്കുക. ഏതിലേക്കാ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് അങ്ങോട്ട് ആക്കണം. പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വിൽ ഓർ ഷാല് എന്നുള്ളത് എന്താവും? വുഡ് ഷുഡ് ആവും. ക്യാൻ മേ കുഡ് മൈറ്റ് ആവും. മസ്റ്റ് ഓട്ട് ടു എന്നുള്ളത് ഹാഡ് ടു ഹാവ് ടു ഹാസ് ടു അങ്ങനെ അങ്ങോട്ട് ആയി മാറും. ഓക്കെ, അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ മസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഹാഡ് ടു, ഓട്ട് ടു എന്ന് പറയുമ്പോൾ ഹാസ് ടു ഹാവ് ടു. അത് നമ്മളെന്താ ഹാസ് ടു ഹാവ് ടു പറയുന്നത് എങ്ങനെയാണ്? സബ്ജക്റ്റിനനുസരിച്ച് സിംഗുലറാണോ പ്ലൂറലാണോ അതിനനുസരിച്ചിട്ട് അതങ്ങോട്ട് എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുക, പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നോക്കുമ്പോൾ ചെയ്യാം. നമുക്കൊരു 5 ക്വസ്റ്റ്യൻ്റെ എന്ത് ചെയ്യാം, ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഹീ സെഡ് ഐ സോ ഹിം ദെയർ. ഹീ സെഡ്, അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് കൺജങ്ഷൻ. ഇവിടെ എന്താ സെഡ് ടു ഒന്നുമല്ല വന്നേണേ, അതുകൊണ്ട് ടോൾഡ് ആക്കേണ്ട കാര്യമില്ല. പാസ്റ്റ് ടെൻസിലാണ്, അപ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത് ഒന്നുമല്ല. അപ്പോൾ ഹീ എങ്ങനെ വരാം? ഹീ സെഡ് ദാറ്റ്. ഹീ സെഡ് ദാറ്റ് കൺജങ്ഷൻ ഞാൻ ഉപയോഗിച്ചേ. ഹീ സെഡ് ദാറ്റ് എന്താ? ഹീ സോ ഹിം എന്ന് പറയുമ്പോൾ ഇത് ഏത് ടെൻസാണ്? പാസ്റ്റ് ഫോം ഓഫ് ദി വെർബാണ്. വേറെ ഇതൊന്നുമില്ല. അപ്പം എന്താ? സിയുടെ പാസ്റ്റ് ടെൻസ് ആണല്ലോ സോ. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് അങ്ങോട്ട് ആക്കണം. ഹീ ഹാഡ് സീൻ ഹിം ദർ തന്നെയായിട്ടിരിക്കുക. അപ്പം നമ്മളിങ്ങനെ ഓൾറെഡി എഴുതി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വായിച്ചു നോക്കാം. ഹീ സെഡ് ദർ ഹീ ഹാസ് വരില്ല. ഹാസ് സീൻ വന്നു കഴിഞ്ഞാൽ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. നമ്മൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് എടുക്കുന്ന സാധനം പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണ്ടേന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, ഹീ ഹാഡ് സോ എന്നുള്ളത് SAW ആണ് വേണ്ടത്. സോ ഹിം ദെയർ എന്ന് പറയുമ്പോൾ ഈ സോ എന്ന് പറയുന്നത് V2 ഫോം ഓഫ് ദി വെർബ്, അത് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബാണ്. പക്ഷേ പെർഫെക്റ്റ് ടെൻസുകൾ നമ്മൾ V3 ഫോം ഉപയോഗിക്കണം. അപ്പോൾ ഇതും തെറ്റാണ്. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് സീൻ ഹിം ദെയർ. കണ്ടോ, ഇവിടെ ഹാഡ് ഉപയോഗിച്ചുള്ള. അപ്പോൾ ഇതും തെറ്റാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പെട്ടെന്നൊരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതിന് പകരമായിട്ട് നമ്മളിങ്ങനെ ഈ വായിച്ച് നോക്കി ശരി തെറ്റൊക്കെ കണ്ടുപിടിക്കാം. ഒന്നില്ലെങ്കിൽ നമ്മൾ അത്രയും സ്പീഡിൽ വായിക്കുക, അത്രയും പെട്ടെന്ന് മൈൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇങ്ങനെ എഴുതി നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് നമ്മൾ എഴുതിയ ചെറിയ മിസ്റ്റേക്ക് പറ്റിയാലും നമുക്കിത് കാണുമ്പോൾ ഒരു കമ്പാരിസൺ ചെയ്ത് നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്തൊരു ഇമ്പാരറ്റീവ് സെൻറ്റൻസ് ആണ്. റിയാസ് സെഡ് ഹറി അപ്പ്. അപ്പോൾ റിയാസ് സെഡ് എന്ന് തന്നെയാണ് പറഞ്ഞാണ്. പക്ഷെ നമുക്കറിയാം ഇവിടെ എന്താ, ഇവിടെ ഒരു ഒബ്വിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റും കാണാനില്ല. ഹറി അപ്പ് എന്ന് പറയുന്ന ഒരു വെർബിലൊക്കെയാണ് തുടങ്ങിയേക്കണത്. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? അപ്പോൾ റിയാസ് ടോൾഡ് മീ ടു ഹറീഡ് അപ്പ്. അപ്പോൾ ഇതെന്തായാലും അല്ല, ഇവിടെ സെഡ് എന്ന് വരില്ല. റിയാസ് ടോൾഡ് മീ ടു ഹറീഡ് അപ്പ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇമ്പാരറ്റീവ് സെൻറ്റൻസിൽ ടെൻസ് മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. റിയാസ് ആസ്ക്ഡ് മീ ടു ഹറി അപ്പ്. നൺ ഓഫ് ദിസ് അല്ല. റിയാസ് ആസ്ക്ഡ് മീ ടു, കണ്ടോ, ടു ഹറി അപ്പ്. ഇതാണ് കറക്റ്റ് സെൻറ്റൻസ്, കറക്റ്റ് റിപ്പോർട്ടിങ്. അപ്പോൾ ഇതിലൊക്കെ സംശയമുള്ളവർ കുറച്ച് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് ഒന്നുകൂടി കേട്ടു നോക്കുക കേട്ടോ. ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്. ടീച്ചർ ആസ്ക്ഡ് സ്റ്റുഡൻറ്റ്. ടീച്ചർ ആസ്ക്ഡ് സ്റ്റുഡൻസിനോട് ചോദിച്ചു അല്ലെങ്കിൽ കമാൻഡ് ചെയ്തു. എന്താ? ഡോണ്ട് ഷൗട്ട്. ഡോണ്ട് ഷൗട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ടു ഇല്ല, അപ്പോൾ അത് റിപ്പോർട്ടിംഗ് ആയിരിക്കില്ല. ഡിഡിൻറ്റ് ഷൗട്ട് അങ്ങനെ ഒരിക്കലും വരില്ല. വാസിൻറ്റ് ഷൗട്ട് അങ്ങനെയൊന്നും വരില്ല. നോട്ട് ടു ഷൗട്ട് അല്ലേ? ടീച്ചർ ആസ്ക്ഡ് സ്റ്റുഡൻസ്. ഡോണ്ട് ഷൗട്ട് എന്നുള്ളത് എങ്ങനെയാ വരിക? ഡോണ്ട് ഷൗട്ട് എന്നുള്ളത് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നോട്ട് ടു ഷൗട്ട് എന്നാവൂലോ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും നോട്ട് ടു ഷൗട്ട്. ഓക്കെ ആവും. ഇതാണ് കറക്റ്റ്. അല്ല ഇതല്ല കേട്ടോ, സോറി. ശരി, ഇതന്നെ നോട്ട് ടു ഷൗട്ട് എന്നാവട്ട് വരും നാലാമത്തെ. ഓക്കെ, അടുത്ത് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ പോലീസ് മാൻ ആസ്ക്ഡ് മീ വേർ. അപ്പം നമുക്കറിയാം ഇവിടെ ഒരു WH ക്വസ്റ്റ്യൻ ആണ്, ഒരു കൺജങ്ഷനായിട്ട് ഉപയോഗിച്ചാണ് വേർ. പിന്നെ കറക്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഐ വാസ് ഗോയിങ് എന്ന് വരില്ല അല്ലേ? സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് അങ്ങനെ വേണ്ടേ? പിന്നെ വേർ ആർ യു ഗോയിങ് എന്ന് പറയുന്നതിൻ്റെ ആയിരുന്നിരിക്കണം അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു,
ഞാൻ എവിടെ പോവുകയായിരുന്നു എന്നല്ലേ. അപ്പം ഈ ഐ ആം ഗോയിങ് വരില്ല, കാരണം കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസിലേക്ക് ആക്കണം. അപ്പം അത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് ആക്കണം. ഐ വേർ ഗോയിങ് വരില്ല, കാരണം ഐയുടെ കൂടെ എപ്പോഴും വേറല്ല, ചില പർട്ടിക്കുലർ സിനാരിയോയിൽ ഒഴിച്ച് ഐയുടെ കൂടെ എപ്പോഴും വാസാണ് ചേരുള്ളൂ. അപ്പോൾ ഐ വാസ് ഗോയിങ്, മനസ്സിലായോ? ഐ വാസ് ഗോയിങ് ആണ് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യല്ല, നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളതൊന്ന് പോസ് ചെയ്ത് വെച്ച് സ്വയം ചെയ്ത് നോക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. കൂടുതൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ്. അതുപോലെ നമ്മൾ ഇനി കൂടുതൽ ഷോർട്ട് വീഡിയോകളിൽ ഇങ്ങനെ കുറച്ച് എക്സസൈസുകൾ തരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും ആ ക്വസ്റ്റ്യൻസും ആ ഷോർട്സൊക്കെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇടയാവും. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഈ ഒരു മേഖലയെ കുറിച്ച് അറിയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.